കടലിലൂടെ ചുവന്ന പരവതാനി വിരിച്ച് നമുക്ക് യൂറോപ്പിൽ പോയി സെറ്റിൽ ചെയ്യാം, യൂറോപ്പിൽ പോയി സെറ്റിൽ ആവാം. എന്നാൽ ഇന്ന് ആളുകൾ യൂറോപ്പിൽ ഭ്രമിച്ച് ഓടുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യൂറോപ്യൻസ് ഇന്ത്യ തിരഞ്ഞോടിയിരുന്നു. അമേരിഗോ വെസ്പുച്ചി, ക്രിസ്റ്റഫർ കൊളംബസ്, ഫെർഡിനാൻഡ് മെഗല്ലൻ, മാർക്കോ പോളോ, കൊർണാലിസ് ഡി ഹൗട്ട്മാൻ, ജോൺ മിൽഡൻ ഹാൾ തുടങ്ങി നിരവധി യൂറോപ്യൻസ് 1000 വർഷം മുൻപ് തന്നെ ഇന്ത്യ എന്ന ഇന്നത്തെ ഭൂപ്രദേശം തിരഞ്ഞ് കടൽ മാർഗവും കരമാർഗവും യാത്ര തുടങ്ങിയിരുന്നു. ആദ്യമായി എത്തിയ വാസ്കോ ഡഗാമയ്ക്ക് പിന്നാലെ ഡച്ചുകാരും ബ്രിട്ടീഷുകാരും എത്തി. ഇവർക്കെല്ലാം ഒരുപോലെ പ്രിയപ്പെട്ട ഒരു മുക്കുവ ഗ്രാമമുണ്ടായിരുന്നു. ലിറ്റിൽ ലിസ്ബൺ, മിനി ഇംഗ്ലണ്ട്, ഹോംലി ഹോളണ്ട് എന്നിങ്ങനെ പല ഓമന പേരുകളിൽ വളർന്ന നമ്മുടെ ഒരു തുറമുഖ പട്ടണം. സോ ലെറ്റ്സ് ഹിയർ സം ടൈനി ടെയിൽസ് ഓഫ് കൊച്ചി. നമുക്ക് കുറച്ച് കൊച്ചി വർത്തമാനം പറയാം. കൊച്ചോളം തഴുകുമ്പം കോരിത്തരിക്കണ സുന്ദരി പെണ്ണാണ് കൊച്ചി, ഒരു സുന്ദരി പെണ്ണാണ് കൊച്ചി. പറയാം ഞാൻ പടിഞ്ഞാട്ട് കണ്ണും നട്ടിരിക്കണ പെൺകിടാത്തിയെ പറ്റി. 14-ാം നൂറ്റാണ്ടിൽ പെരിയാറിലുണ്ടായ പ്രളയത്തിൽ കൊടുങ്ങല്ലൂരെ മുസിരിസ് തുറമുഖം തകർന്നപ്പോൾ മണ്ണും എക്കലുമടിഞ്ഞ് ഒരു പ്രകൃതിദത്ത തുറമുഖമായി രൂപം കൊണ്ടതാണ് കൊച്ചി. 5000 വർഷത്തോളം ലോകത്തിലെ പ്രധാനപ്പെട്ട ഒരു തുറമുഖമായിരുന്ന മുസിരിസ് അങ്ങനെ 1341 വെള്ളപ്പൊക്കത്തിലൂടെ ഭൂപടത്തിൽ നിന്നും തന്നെ തുടച്ചു മാറ്റപ്പെട്ടു. ലോകത്തിലെ തന്നെ ആദ്യ തുറമുഖങ്ങളിൽ ഒന്നായ മുസിരിസ് അങ്ങനെ നിശേഷം തകർന്നപ്പോൾ മറ്റൊരിടത്ത് വഴിമാറി ഒഴുകിയ പെരിയാറ് കൊണ്ടെത്തിച്ച എക്കലടിഞ്ഞ് 3 ദ്വീപുകൾ, വൈപ്പിൻ, പനങ്ങാട്, കുമ്പളം എന്നിങ്ങനെ 3 ദ്വീപുകൾ രൂപപ്പെട്ടു. മണ്ണ് വന്നടിഞ്ഞ് ഒരു കൊച്ചു അഴിമുഖം രൂപപ്പെട്ടതിനെ കൊച്ചാഴി എന്ന് വിളിച്ചതാണ് കൊച്ചിയായി മാറിയതെന്ന് ചരിത്രം. ഒന്ന് ചീഞ്ഞ് മറ്റൊന്നിന് വളമായി എന്ന പോലെ മുസിരിസിന്റെ തകർച്ച കൊച്ചിയുടെ ഉയർച്ചയ്ക്ക് കാരണമായി. ചരക്കുമായി വന്നിരുന്ന കച്ചവട കപ്പലുകൾ പിന്നീട് കൊച്ചിയിൽ വന്നടുക്കാൻ തുടങ്ങി. ഒരു മുക്കുവ ഗ്രാമം അങ്ങനെ ഒരു തുറമുഖ പട്ടണമായി മാറി, ഒരു വെള്ളപ്പൊക്കം കാരണം. ഈ കൊച്ചാഴി എന്ന പേര് കൊച്ചിയായി എന്ന് പറയുമ്പോൾ അറബ് കച്ചവടക്കാർ കൊച്ചിയെ പണ്ട് കാശി എന്നാണ് വിളിച്ചിരുന്നത് എന്ന കാര്യം കൂടി പറയണം. നമ്മുടെ ഫോർട്ട് കൊച്ചിയിലെ കാശി ആർട്ട് കഫേയുടെ പേരൊക്കെ ഇതിൽ നിന്നുള്ള ഇൻസ്പിറേഷനാണ്. ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം 16-ാം നൂറ്റാണ്ടിൽ രചിച്ച തൂഫത്തുൽ മുജാഹിദീൻ എന്ന ഗ്രന്ഥത്തിലും കൊച്ചി എന്ന പേരിൻ്റെ വ്യക്തമായ സൂചനകളുണ്ട്. 14-ാം നൂറ്റാണ്ടിൽ കൊച്ചിയിലുണ്ടായിരുന്ന ചൈനക്കാരുടെ ഇൻഫ്ലുവൻസ് ആണ് കൊച്ചി എന്ന പേരിലെ ചി എന്ന ഭാഗമെന്നും പറയപ്പെടുന്നു. അതേസമയം അഭയം തേടിയെത്തിയ ജൂതന്മാർ കൊച്ചിയെ കോജിൻ എന്ന പേരിലാണ് വിളിച്ചിരുന്നത്. വാസ്കോഡഗാമയുടെ ആദ്യ വരവിന് ശേഷം പെഡ്രോ അൽവാരസ് കെബ്രാൾ എന്ന നാവികൻ ലീഡ് ചെയ്ത 2ാമത്തെ സംഘം പോർച്ചുഗീസിൽ നിന്നും 1500-ൽ കൊച്ചിയിലെത്തി. ഇവർ ഫോർട്ട് ഇമ്മാനുവൽ കൊച്ചിയിൽ സ്ഥാപിച്ചതോടെയാണ് ഈ പ്രദേശം ഫോർട്ട് കൊച്ചി എന്നറിയപ്പെടാൻ തുടങ്ങിയത്. അതായത് 1503-ൽ കൊച്ചി രാജാവായിരുന്ന ഉണ്ണി ഗോദവർമ്മയുടെ അനുമതിയോടുകൂടി കെബ്രാളും സംഘവും കടലിനോട് ചേർന്ന പ്രദേശത്ത് പണിതുയർത്തിയ ഫോർട്ട് മാനുവൽ ഡി കൊച്ചി എന്ന നമ്മുടെ ഇമ്മാനുവൽ കോട്ട വന്നതിന് ശേഷമാണ് കൊച്ചി ഫോർട്ട് കൊച്ചിയായത്. യൂറോപ്യൻസിൻ്റെ ഇന്ത്യയിലെ ആദ്യ സെറ്റിൽമെൻ്റാണ് ഇമ്മാനുവൽ കോട്ട. അതിന് പിന്നാലെ ഡച്ചുകാരെത്തി, ബ്രിട്ടീഷുകാരെത്തി. വന്ന് കണ്ടിഷ്ടപ്പെട്ട് കൊച്ചിയെ അവർക്ക് ഇഷ്ടപ്പെട്ട ഓമന പേരുകൾ വിളിച്ചു. സ്വന്തം നാട്ടിലെ പ്രധാന സ്ഥലങ്ങളോട് ഉപമിച്ച് വന്നവരൊക്കെ കൊച്ചിയെ സ്വന്തം നാട് പോലെ അങ്ങ് കരുതാൻ തുടങ്ങി. പോർച്ചുഗീസുകാർ കൊച്ചിയെ ലിറ്റിൽ ലിസ്ബൺ എന്ന് വിളിച്ചപ്പോൾ ഡച്ചുകാർക്ക് കൊച്ചി ഹോംലി ഹോളണ്ടും ബ്രിട്ടീഷുകാർക്ക് മിനി ഇംഗ്ലണ്ടുമായിരുന്നു. രാജ്യത്തിന് പുറത്തു നിന്ന് അറബികളും ജൂതരും ചീനരും പറങ്കികളും ഡച്ചുകാരും ബ്രിട്ടീഷുകാരും, അകത്ത് നിന്ന് തമിഴർ, കന്നഡികർ, തെലുങ്കർ, മറാഠികൾ, ഗുജറാത്തികൾ, മാർവാടികൾ, കൊങ്ങിണികൾ, രാജസ്ഥാനികൾ, കശ്മീരികൾ തുടങ്ങി 30-ൽ പരം തരക്കാർ ഇവിടെ വന്ന് കൂടിയിട്ടുണ്ടെന്ന് രേഖകൾ പറയുന്നു. അപ്പോൾ അത്ര കൊച്ചു കഥയൊന്നുമല്ല കൊച്ചിയുടെ. കുരുമുളക് തൈ കപ്പൽ കയറിയപ്പോൾ തിരുവാതിര ഞാറ്റുവേല ഇവിടെ തന്നെ നിന്ന കഥ കേട്ടിട്ടുണ്ടോ? ഫോളോ മീ ഫോർ മോർ ടൈനി ടെയിൽസ്. ഒരു സുന്ദരി പെണ്ണാണ് കൊച്ചി.